ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടകരയിൽ വിവാദമായ കാഫിർ പോസ്റ്റുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ പോലീസ് സമർപ്പിച്ചത് നിർണായക വിവരങ്ങളാണ്. ഇടത് സൈബർ ഗ്രൂപ്പുകളിലാണ് ഈ പോസ്റ്റ് ആദ്യം എത്തിയതെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു. ആദ്യം പ്രചരിച്ചത് ഇടത് സൈബർ ഗ്രൂപ്പിൽ നിന്ന് പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചതോടെ വിവാദം CPM-നെതിരെ തിരിയുകയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരെ UDF കേന്ദ്രങ്ങൾ നിരന്തരം വർഗീയ പ്രചാരണം നടത്തിയതിന്റെ തെളിവെന്ന പേരിലാണ് കാഫിർ സ്ക്രീൻഷോട്ട് പുറത്തുവന്നത്. മതവിദ്വേഷം വളർത്തുന്ന കാഫിർ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ആദ്യമെത്തിയത് റെഡ് എൻകൗണ്ടേഴ്സ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണെന്നും ഇത് അമ്പലമുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തെന്നുമാണ് പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചത്. പോരാളി ഷാജി എന്ന ഫേസ്ബുക്ക് പേജിന് പിന്നിൽ വഹാബ് എന്ന ആളാണെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. വടകരയിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ തിരുവള്ളൂരിലെ MSF നേതാവായ PK മുഹമ്മദ് കാസിമിന്റെ വാട്സ്ആപ്പ് സന്ദേശം എന്ന പേരിലാണ് കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിച്ചത്. LDF സ്ഥാനാർത്ഥിയെ കാഫിർ എന്ന് വിളിക്കുന്ന പരാമർശമാണ് ഇതിലുള്ളത്. ഈ സന്ദേശം പെട്ടെന്ന് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപിച്ചു. ഇത് വ്യാജമായി നിർമ്മിച്ച സ്ക്രീൻഷോട്ടാണെന്ന് ചൂണ്ടിക്കാട്ടി മുഹമ്മദ് കാസിമും MSF-ഉം അടക്കമുള്ളവർ പരാതി നൽകിയിരുന്നു. CPM ആണ് ഇതിന് പിന്നിലെന്നായിരുന്നു ലീഗിന്റെ ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ മുഹമ്മദ് കാസിം അല്ല സ്ക്രീൻഷോട്ടിന് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നിർണായക വിവരങ്ങൾ പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. മതസ്പർദ്ധ വളർത്തുകയാണ് ഈ സ്ക്രീൻഷോട്ടിലൂടെ ഇത് നിർമ്മിച്ചവർ ലക്ഷ്യമിടുന്നതെന്നായിരുന്നു പോലീസ് പറയുന്നത്. പോരാളി ഷാജി, അമ്പലമുക്ക് സഖാക്കൾ എന്നീ ഫേസ്ബുക്ക് പേജുകളിൽ ഈ സ്ക്രീൻഷോട്ട് എങ്ങനെ എത്തി എന്നതിൽ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിന്റെ അന്വേഷണം. റെഡ് ബറ്റാലിയൻ എന്നും റെഡ് എൻകൗണ്ടേഴ്സ് എന്നും പേരിലുള്ള 2 വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ വന്ന പോസ്റ്റുകളാണ് ഈ ഫേസ്ബുക്ക് പേജുകളിൽ അതിന്റെ അഡ്മിൻമാർ പോസ്റ്റ് ചെയ്തതെന്ന് കണ്ടെത്തിയിരുന്നു. 2024 ഏപ്രിൽ 25-ന് വൈകിട്ട് 3-നാണ് അമ്പാടിമുക്ക് സഖാക്കൾ എന്ന പേജിൽ സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെട്ടത്. ഇതിന്റെ അഡ്മിൻ മനീഷിനെ ചോദ്യം ചെയ്തപ്പോൾ റെഡ് ബറ്റാലിയൻ എന്ന ഗ്രൂപ്പിൽ നിന്നാണ് തനിക്ക് ലഭിച്ചതെന്നാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ. ഏപ്രിൽ 25 ഉച്ചയ്ക്ക് 2:34-നാണ് റെഡ് ബറ്റാലിയൻ ഗ്രൂപ്പിൽ സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെട്ടത്. അമൽ റാം എന്ന വ്യക്തിയാണ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തതും. റെഡ് എൻകൗണ്ടർ എന്ന ഗ്രൂപ്പിൽ നിന്നാണ് തനിക്ക് കിട്ടിയതെന്നാണ് അദ്ദേഹത്തിന്റെ മൊഴി. ഏപ്രിൽ 25-ന് ഉച്ചയ്ക്ക് 2:13-ന് റിബേഷ് രാമകൃഷ്ണൻ എന്നയാളാണ് ഇത് പോസ്റ്റ് ചെയ്തത്. രാത്രി 8:23-ന് പോരാളി ഷാജിയുടെ ഫേസ്ബുക്ക് പേജിലും സ്ക്രീൻഷോട്ട് പ്രചരിച്ചു. ആദ്യം പോസ്റ്റ് ചെയ്ത റിബേഷ് സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം അറിയില്ല എന്നാണ് പറഞ്ഞത്. ഇയാളുടെ ഫോൺ വിശദമായി പരിശോധനയ്ക്ക് നൽകിയിട്ടുണ്ടെന്നും അതിനുശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയൂ എന്നുമാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത്. അമ്പലമുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട 2 ഫോൺ നമ്പറുകൾ കിട്ടിയിട്ടുണ്ടെന്നും പോലീസ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. മനീഷ്, സജീവ് എന്നിവരുടെ പേരിലെടുത്ത നമ്പറുകളാണ് ലഭിച്ചിരിക്കുന്നത്. മനീഷാണ് അമ്പലമുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിൻ. ഇയാളുടെ മൊഴി രേഖപ്പെടുത്തിയതായി പോലീസ് കോടതിയെ അറിയിച്ചു. പോരാളി ഷാജി എന്ന ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിൻ വഹാബ് എന്ന ആളാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പേജിന്റെ വെരിഫിക്കേഷനായി ഉപയോഗിച്ച 2 മൊബൈൽ നമ്പറുകളുടെയും ഉടമ വഹാബ് എന്ന ആളാണെന്നും പോലീസ് വ്യക്തമാക്കുന്നു. അതേസമയം LDF സ്ഥാനാർത്ഥിയെ കാഫിറായി ചിത്രീകരിച്ച വർഗീയ ഭ്രാന്തിനെതിരെ നാടൊന്നിക്കുന്നു എന്ന തലക്കെട്ടിൽ ആയിരങ്ങളെ അണിനിരത്തി LDF വടകരയിൽ ജനകീയ പ്രതിരോധം ഉൾപ്പെടെ സംഘടിപ്പിച്ചിരുന്നു. പാർട്ടിയിലെ ജനകീയ മുഖമായ KK ശൈലജ 1.14 ലക്ഷം വോട്ടിന് തോറ്റതിന് പിന്നാലെ തന്നെ വ്യാജ വീഡിയോ, കാഫിർ സ്ക്രീൻഷോട്ട് അടക്കമുള്ള വിവാദങ്ങൾ തിരിച്ചടിയായെന്ന് പാർട്ടി പ്രവർത്തകരിൽ വലിയൊരു വിഭാഗം കുറ്റപ്പെടുത്തുന്നുണ്ട്. അതിനിടെ കാഫിർ പ്രചാരണത്തിൽ CPM കുറ്റമാരോപിച്ച MSF ജില്ലാ സെക്രട്ടറി PK മുഹമ്മദ് കാസിം കുറ്റക്കാരനല്ല എന്ന് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകുകയും ചെയ്തതോടെ നിലവിൽ ഈ സംഭവത്തിൽ LDF പ്രതിരോധത്തിലായിരിക്കുകയാണ്.